ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായൊരു വീഡിയോ ഉണ്ടാകും. വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനി വരുന്ന വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് അച്ചാറുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്യും, അത് സീരീസ് പോലെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് അങ്ങനെ ഒരു അച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അത് മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സോയാബീൻ വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഉരുളി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കാലം അച്ചാറുകളെല്ലാം നിൽക്കും. മറ്റേ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ വെളിച്ചെണ്ണയിൽ നമുക്ക് അധികം ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല, കാറിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുറച്ച് നല്ലെണ്ണ എടുക്കാം. നല്ലെണ്ണ എടുത്തൊന്ന് ചൂടാവാനായിട്ട് നിൽക്കാം. നമുക്കൊന്ന് ചൂടാവട്ടെ. എണ്ണയൊന്ന് ചൂടായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൊത്തത്തിലിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് സോയാബീൻ ഇട്ടിട്ടുണ്ട്. ഈ സോയാബീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കിയെന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ ആയാൽ മതി, ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഡീപ്പായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടില്ല, ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രൈ ചെയ്യാതെയും പച്ചയ്ക്കും ചെയ്യാം. നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മളിത് ഫ്രൈ ആയിട്ട് ചെയ്യുന്നതാണ്. അവർക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഇതേപോലെ നിങ്ങൾ ആവശ്യപ്പെട്ടാലും നമ്മൾ ഇതേപോലെ ചെയ്തു തരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നോക്കി നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ആവശ്യമുള്ള അച്ചാറുകളും മറ്റു സാധനങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സോയാബീൻ ഒരുവിധം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മസാല ചേർത്തും ചെയ്യാം. പക്ഷേ നമ്മുടെ ക്ലയൻറ്റ് നമ്മൾ ആവശ്യപ്പെട്ടത് പൊരിക്കുമ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ മസാല ചേർക്കാതെ അവർക്ക് മസാല കുറച്ച് മതി എന്ന് പറഞ്ഞു. ഫ്രൈ ചെയ്യുമ്പോൾ മസാല കുറച്ച് ചെയ്യണമെന്നുള്ളൊരു ക്ലയൻറ്റ് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നമ്മൾ ബീഫൊക്കെ ചേർക്കുന്ന പോലെ നമുക്ക് മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കോരി മാറ്റാം. അപ്പം ഇങ്ങനെ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മുടെ സോയാബീൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാനുള്ള പണികൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മൾ പൊരിച്ചെടുത്തതും നല്ലെണ്ണയിലാണ്, ഇപ്പോൾ അച്ചാറാക്കുന്നതും നല്ലെണ്ണയിലാണ്. നല്ലെണ്ണയിൽ അച്ചാറിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അധികം കാർച്ചയില്ലാതെയും നല്ല ടൈമും കിട്ടും, നല്ല ലൈഫ് കിട്ടും അച്ചാറിന്. മറ്റേതാകുമ്പോഴത്തേക്ക് ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എണ്ണയുടെ കാർച്ച എടുത്തറിയാൻ പറ്റും വെളിച്ചെണ്ണയിലിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ പണികളിലേക്ക് പോകാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് അടുത്തതായിട്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കടുകിടാം. നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അത് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക്
എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പതിയെയൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം തോന്നാം. അതേപോലെ ഒന്ന് പതിയെ ഇളക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് നല്ല നാടൻ കറിവേപ്പില നമ്മുടെ ഇവിടെ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചതാണ്. അത് നമുക്കൊരു നാടൻ കറിവേപ്പില ഒരു 2-3 ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. നമുക്കതിൻ്റെ കൂട്ടത്തിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതാണ് അച്ചാറിന് നല്ലത്. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം സോയാബീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. സോയാബീൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കത് പതിയെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ അച്ചാറുകൾ സാധാരണ നമ്മൾ ചേർക്കാനുള്ള വൈറ്റ് വിനീഗർ, നമുക്ക് വൈറ്റ് വിനീഗറാണ് ചേർക്കേണ്ടത്. വൈറ്റ് വിനീഗർ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കായം ചേർക്കാം. അങ്ങനെ നമുക്കപ്പോൾ കായം ചേർക്കാം. നമ്മളിവിടെ പൊടിക്കായാണ് എടുത്തിരിക്കുന്നത്. കായം ചേർത്തിരിക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. കായം ചേർത്തതിന് ശേഷം ഇളക്കി നല്ലോണം ഇളക്കി മറച്ചു കൊടുക്കാം.
ഇപ്പോൾ ആ കായത്തിൻ്റെ ആ സ്മെല്ല്, കായത്തിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നേരിട്ട് ഉണങ്ങിനേക്കാൾ ഇരട്ടിയായി. ഇത് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് എടുത്തപ്പോഴേക്കും അളവ് കൂടിയിട്ടുണ്ട്. ഏകദേശം 1 കിലോ 1.25 കിലോ സാധനം അതുണ്ട്. കായം നമ്മൾ വീണ്ടും ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1 സ്പൂൺ ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം. നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. കുറച്ചുകൂടി 1.5 സ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഉലുവയാണ് നമ്മൾ ചേർക്കുന്നത്. ഉലുവ നമ്മൾ വറുത്ത് പൊടിക്കണം. ഇത്രയും ഉലുവ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. കൂടുതലായാൽ കയ്പ്പ് തോന്നിക്കും. നമുക്കിതിട്ട് ഇളക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യമെങ്കിൽ ചേർക്കാം. ഒരു പൊടിക്കും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ്ട് ഇത്രയും കൂടി ഞാൻ ചേർക്കുവാണ്. നമ്മൾ നല്ലവണ്ണം വിനാഗിരിയൊക്കെ ഒഴിച്ച് പൊടി വരാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉലുവ ഒരു 2 നുള്ള് ഉലുവ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കുവാണ്. ഒന്നും കൂടെ ഇളക്കുവാണ്. ഈ അച്ചാറ് നമ്മൾ ഇതിനകത്ത് പൊടിയൊക്കെ പിടിച്ചു അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഇരിക്കണം. നമ്മളിത് കൊറിയർ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നമ്മുടെ എല്ലാ അച്ചാറും, ഈ സോയാബീൻ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു 50ഓളം അച്ചാറുകളുണ്ട്. അതെല്ലാം തന്നെ 2-3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊറിയറായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അയക്കുന്നത്. എങ്കിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് യഥാർത്ഥമായിട്ട് പുറത്തേക്ക് വരുള്ളൂ. നമുക്കിതിനകത്ത് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ഒരു കുറവുണ്ട്. നമുക്ക് കായം നമ്മൾ ചേർക്കുകയാണ്. കായം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കായം നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ അച്ചാർ അങ്ങനെ റെഡിയായി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ അച്ചാറൊക്കെ ആദ്യമായിട്ട് ചെയ്യണവരായിരിക്കും. നമുക്കിതിനകത്തൊരു പൊടിക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളതിനെ പഞ്ചസാര ചേർത്തായിരുന്നു. ആ ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടിയില്ല. ജസ്റ്റ് അത് എടുക്കാൻ നമുക്ക് മിസ്സായി പോയി. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ആ പുളിയൊക്കെ നോക്കിയിട്ട് അത് ഇത്ര സ്പൂൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ഈ ഒരു സെറ്റപ്പിലിരിക്കും. ഇത് ഈ പുളിയും വിനാഗിരിയുടെ പുളിയും ആ ഒരു കായത്തിൻ്റെ ഫ്ലേവറും ഉലുവയുടെ ഫ്ലേവറും മുളകിൻ്റെ ഒരു ഇതൊക്കെ നല്ലെണ്ണയുടെ ഇതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വരണ്ട് പിടിക്കണം. പിന്നെ ഇതൊരു 2-3 ദിവസമെങ്കിലും നിങ്ങൾ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാതെ ഇത് ഇട്ടിട്ട് നിങ്ങൾ വീട്ടിലേക്ക് സെർവ് ചെയ്തിട്ട് അയ്യോ നിങ്ങൾ പറഞ്ഞ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു 2-3 ദിവസം ഏറ്റവും കുറഞ്ഞത് വെക്കണം. വെച്ച് നാളെ ഇപ്പോൾ 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മണമൊക്കെ കുറേ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ എന്നിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ഇത് കണ്ടില്ലേ, ഇത് കണ്ട ആർക്കാ കൂട്ടാൻ തോന്നാത്ത നിങ്ങൾക്ക് തോന്നണില്ലേ ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വലിയ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ, നിത്യോപയോഗ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതേപോലെയുള്ള അച്ചാറുകൾ ഉണ്ടാക്കിയെടുക്കാം. അച്ചാർ പൊടിയോ അങ്ങനെയുള്ള മറ്റുള്ള ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചുമ്മാ ഉലുവയും കായവും നമുക്കറിയാമല്ലോ സാധാരണ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളൊരു അതിനുള്ള ഒരു ഉത്തരം നിങ്ങളെനിക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാതെ നമ്മുടെ ഏതെങ്കിലും അച്ചാറുകൾ നമുക്ക് വെറൈറ്റി ആയിട്ട് തേങ്ങാക്കൊത്തുണ്ട്, അതേപോലെ മറ്റേ ചക്കപ്പഴമുണ്ട്, ചേനയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട്. അതേപോലെ വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടുള്ള അച്ചാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണെങ്കിലും നിങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലും എൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് മേടിക്കണമെങ്കിൽ വന്ന് മേടിക്കാം. അതേപോലെ നിങ്ങൾക്ക് എത്തിച്ച് തരണമെങ്കിൽ എത്തിച്ച് തരാം. നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതച്ചാറോ വേണ്ടതെന്ന് നമ്മളെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ്, പറഞ്ഞതിന് ശേഷമാണ് വരേണ്ടത്. കാരണം നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ചെയ്തു തരുന്നുള്ളൂ. ഇവിടെ ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു പതിവില്ല. നമ്മൾ ചെയ്ത് വെച്ച് 3 ദിവസത്തിന് ശേഷമാണ് നമ്മളത് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അച്ചാറാണ് വേണ്ടത്, അതുകൂടാതെ ചമ്മന്തിപ്പൊടി ഒരു 2-3 ഫ്ലേവറിലുള്ള ചമ്മന്തിപ്പൊടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മസാല, നമ്മൾ ബിരിയാണിക്കും കാറ്ററിംഗ് വർക്കുകളിലെ ബിരിയാണിക്കും മറ്റും നോൺ വെജ് ഐറ്റത്തിനും അതേപോലെ വെജ് ഐറ്റത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ മസാല, അത് നമ്മുടെ സീക്രട്ട് റെസിപ്പിയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ വിജയം. അപ്പോൾ നമുക്ക് ഈ ചാനലിൻ്റെ പുറകിൽ ഒരുപാട് നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. അച്ചാറിൻ്റെ പണി പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇതൊരു 2-3 ദിവസത്തിന് ശേഷം, പറ്റിയ ഒരാഴ്ച വെച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെ കഴിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു ടേസ്റ്റിൻ്റെ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ അച്ചാർ കഴിക്കുമ്പോൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചാനൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മൾ ഈ അച്ചാറിൻ്റെ സീരീസിലെ അടുത്തൊരു അച്ചാറിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.